കാഴ്ച. പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നിര തന്നെയായിരുന്നു ഉച്ചയ്ക്കും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെ പുരോഗമിക്കുന്നു ശതമാന കണക്ക്? രാഹുൽ. അശ്മി, 3 മണിക്കത്തെ കണക്കനുസരിച്ച് 62% ഇടുക്കി ജില്ലയിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലും ഇപ്പോഴും നീണ്ട നിര കാണാൻ സാധിക്കും. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ 6 ബൂത്തുകളുണ്ട്. അതിൽ ഒരു ബൂത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ കാണുന്ന പോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിര കാണുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തും. കാരണം തോട്ടം തൊഴിലാളികളുണ്ട്, മറ്റ് ജോലിക്ക് പോയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഒരുമിച്ച് കൂട്ടത്തോടെ എത്താനുള്ള ഒരു സമയമാണ് ഈ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തിരക്ക് കൂടാനുള്ള സാധ്യതയാണ്. 6 മണി വരെ എത്തുന്ന ആളുകൾക്ക് അവർ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതിന് പ്രകാരമുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ചെറിയൊരു വില്ലനായി വരുന്നത് മഴയാണ്. ഇടുക്കിയിൽ പല ഭാഗത്തും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പനയിലാണെങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അത് മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആളുകളുടെ ഒരു വരവിന് ഒരു തടസ്സമാകുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം 3 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോഴും ഉയർന്ന രീതിയിലാണ്. കനത്ത പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ തന്നെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 മണി വരെയുള്ള കണക്കിൽ 62% എന്ന് പറയുന്നത് വലിയ കണക്കാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 70% ടോട്ടൽ പോൾ ചെയ്തത്. ഇത്തവണ അതിന് മുകളിൽ പോകും. ഒരു 75% വരെ ഇടുക്കിയുടെ പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതിൽ ഏറ്റവും കുറവുണ്ടായിരുന്നത് 2021 ദേവികുളമായിരുന്നു. ദേവികുളത്ത് ഉൾപ്പെടെ ഇത്തവണ പോളിംഗ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വേണ്ടി അവസാന മണിക്കൂറിൽ വലിയ ആളുകളുടെ ഒരു തിരക്ക് ഈ പോളിംഗ് ബൂത്തുകളിലേക്കുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആളുകൾക്കൊരു വിമുഖതയോ മടിയോ ഒന്നുമില്ല. കൂടുതൽ ആളുകൾ വന്ന് പോൾ ചെയ്ത് പോകുന്ന ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ, വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാശി വോട്ടർമാർക്ക് ഉണ്ട്. എന്ത് വിധേനയും വോട്ട് ചെയ്തിട്ടേ അവർ മടങ്ങൂ എന്നുള്ള നിലയിലേക്ക് വരെ അവരെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു നിരയാണ്, അതിന്റെ ഒരു ക്യൂ ആണ് ഈ അവസാന മണിക്കൂറുകളിലും കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. വലിയ പ്രചരണങ്ങൾ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണ കാലയളവിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഒരുപാട് ഉയർന്ന ജില്ല കൂടിയാണ് ഇടുക്കി. അവിടെ ഏതു വിധത്തിൽ ആളുകൾ ചിന്തിക്കുന്നു എന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. എങ്കിൽ കൂടിയും ആളുകൾ അവരുടെ സമ്മതിദാനം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഒരു കാലതാമസവും വരുത്തുന്നില്ല. അവസാന മണിക്കൂറുകളിലാണെങ്കിലും അവരുടെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തം അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടുക്കിയിലെ എല്ലാ ബൂത്തുകളിൽ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്ന. ഹാഷ്മി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.